ക്രൂശിനൊപ്പം കാൽവരിയിലേക്ക് 31-ാം ദിനം. നോമ്പിന്റെ അനുഗ്രഹീതമായ ഈ 31-ാം ദിനത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഈശോയുടെ തലയിലണിഞ്ഞ ആ കിരീടത്തെക്കുറിച്ച് ചിന്തിക്കാം. ആ കിരീടം സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നില്ല. അതിൽ രത്നക്കല്ലുകൾ ഒന്നും പതിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ നിറയെ മുള്ളുകളായിരുന്നു. ആ മുൾക്കിരീടം തലയിൽ ധരിച്ചപ്പോൾ അതിലെ മുള്ളുകൾ ഓരോന്നും ഈശോയുടെ തലയിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ അതിൽ നിന്നും രക്തമൊലിച്ചപ്പോൾ ഈശോ വളരെയേറെ വേദന സഹിച്ചു. എന്നാൽ അത് ദൈവികമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിശ്ചിതമായി അതെല്ലാം ഏറ്റുവാങ്ങുകയായിരുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലും നാം മറ്റുള്ളവർക്ക് വേണ്ടി മുൾമുടി അണിയാറില്ലേ? ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി, അങ്ങനെയൊക്കെ. അപ്പോഴൊക്കെ അത് ദൈവികമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഏറ്റുവാങ്ങുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നാം സഹിക്കുന്ന സഹനങ്ങളൊക്കെ ക്രിസ്തു നൽകുന്ന സമ്മാനങ്ങളായി നാം കരുതണം. നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളും കഷ്ടപ്പാടുകളും ക്രിസ്തു സ്നേഹമായി തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പരാതിയോ പരിഭവമോ കൂടാതെ അത് ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തു നമുക്ക് നൽകുന്ന ഒരു സമ്മാനമായി സ്വീകരിക്കുമ്പോൾ നാമും ക്രിസ്തുവിന്റെ ശിഷ്യരായി മാറുന്നു. വിശുദ്ധ അൽഫോൻസാമ്മ പറയുമായിരുന്നു, കഷ്ടപ്പാടുകളും വേദനകളും സഹനങ്ങളും ഒക്കെ ദൈവം തമ്മിൽ ഒത്തിരി സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന ഒരു നിത്യസമ്മാനമാണെന്ന്. സഹനങ്ങളില്ലാത്തൊരു ദിവസം വിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് തന്റെ ജീവിതത്തിൽ ചിന്തിക്കാൻ കൂടി സാധിക്കില്ലായിരുന്നു. ഒരു ദിവസം സഹനം കിട്ടിയില്ല എങ്കിൽ അവൾ ഈശോയോട് ചോദിക്കും, ഈശോയെ, നീ എന്താ ഇന്ന് എനിക്ക് സഹനം തരാത്തത്? നിനക്കെന്നോട് കെറുവാണോ എന്ന്. അന്ന് അൽഫോൻസാമ്മ ചോദിച്ച ഈ ചോദ്യം നോമ്പുകാലത്ത് നമുക്ക് ഈശോയോട് ചോദിക്കുവാനും അതുവഴി സഹനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ വിശദീകരിക്കുവാനും ആ സഹനങ്ങളെ ക്രൂശിലെ സഹനങ്ങളോട് ചേർത്ത് രക്ഷാകരമാക്കി മാറ്റുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ.